സമ്മേളന ശതാബ്ദി ആഘോഷ സമാപനത്തിനോടനുബന്ധിച്ച് 23 രാവിലെ 10 മണിക്ക് സമൂഹത്തിലെ മതസംഘർഷങ്ങളും സർവമത സമ്മേളന സന്ദേശവും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പഠനരംഗത്തിൻ്റെ സഹകരണത്തോടുകൂടി കഴിഞ്ഞ 3 ദിവസമായി സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷം ഈ വേദിയിൽ വെച്ച് നടത്തുകയാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 2 ദിവസമായി നിരവധി വിഷയങ്ങൾ, വളരെ പ്രധാനപ്പെട്ട സെഷനുകൾ, അതിനുശേഷം നടക്കുന്ന കലാമണ്ഡലത്തിൻ്റെ ഉൾപ്പെടെ വളരെ മനോഹരമായ കലാപരിപാടികൾ ഈ വേദിയിൽ ഇതിനകം തന്നെ നടന്നിട്ടുണ്ട്. ഇന്ന് അവസാന ദിവസം ഗുരുദേവ സന്ദേശങ്ങളുടെയും ദർശനത്തിൻ്റെയും കാലാതീത പ്രസക്തിയും ആധുനിക സ്വാധീനവും എന്ന വിഷയത്തിലാണ് ഇവിടെ ഈ സെഷൻ നടക്കുന്നത്. ക്ഷമിക്കണം, കാലിക സമൂഹത്തിലെ മതസംഘർഷങ്ങളും സർവമത സമ്മേളന സന്ദേശവും എന്ന വിഷയത്തിലാണ് സെഷൻ നടക്കുന്നത്. ഇതിൽ സംസാരിക്കുന്ന പ്രധാനമായും 2 പേരാണ്. അതിൽ നമുക്കേറെ സുപരിചിതനായ സംസ്കൃത സർവകലാശാല VC, ചരിത്രകാരൻ, പ്രഭാഷകൻ, സഹോദര സ്മാരക അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള ശ്രീ ഡോക്ടർ ധർമ്മരാജൻ സാർ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. മറ്റൊന്ന് കേരള യൂണിവേഴ്സിറ്റി അധ്യാപകരായ ഡോക്ടർ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. 20 മിനിറ്റിനുള്ളിൽ എത്തും എന്നാണ് പറയുന്നത്. 2 പേരുമാണ് ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇവിടെ സംസാരം നടത്തുന്നത്. അതുകൊണ്ട് ദീർഘമായ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ സെഷന് അധ്യക്ഷത വഹിക്കുന്നത് SNDP യോഗത്തിൻ്റെ ഡയറക്ടർ കൂടിയായ ശ്രീ KV ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ നേരത്തെ തന്നെ നമ്മുടെ ഡോക്ടർ ധർമ്മരാജൻ മാസ്റ്റർ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത പ്രിയപ്പെട്ട അധ്യാപകൻ കൂടിയായ ഡോക്ടർ ധർമ്മരാജൻ മാഷിനെ ഈ സെഷനിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 2017 ആലപ്പി സർവകലാശാലയുടെ വൈസ് ചാൻസലർ, 60ലധികം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ ഈ കൈരളിക്ക് സമ്മാനിച്ച എഴുത്തുകാരൻ, സംസ്കൃത പണ്ഡിതൻ, ഉന്നതമായ പദവികളും അംഗീകാരങ്ങളും നേടിയ വൈജ്ഞാനിക മേഖലയിലെ പ്രഗത്ഭനായ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കാണാൻ നാം കാതോർക്കുന്നു. വളരെ ആദരവോടുകൂടി ഡോക്ടർ ധർമ്മരാജൻ പ്രഭാഷണം ആരംഭിക്കുന്നതിനായി സ്നേഹാദരം. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അധീശത്വം മറ്റു മതങ്ങളിൽ അടിച്ചേൽപ്പിക്കാനല്ല, മറ്റു മതങ്ങളിലെ ആശയ സംഹിതകളെ വിമർശിക്കാനല്ല, അവയുടെ തെറ്റും ശരിയും ചൂണ്ടിക്കാണിക്കാനല്ല, മറിച്ച് എൻ്റെ മതം അത് വിഭാവനം ചെയ്യുന്ന ആശയപ്രപഞ്ചം എന്താണ് എന്ന് ഓരോ മതവിശ്വാസിയും ആ വേദിയിൽ തങ്ങളുടെ വാക്കുകൾ പ്രകടിപ്പിക്കുക, അതായിരുന്നു ഗുരു ലക്ഷ്യമാക്കിയത്. അതുകൊണ്ടാണ് ഈ മുദ്രാവാക്യം രൂപപ്പെടുന്നത്.
വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന്. മതങ്ങളുടെ പ്രചരണ തന്ത്രങ്ങളിൽ, പ്രത്യേകിച്ചും ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിലടക്കം ആശയ പ്രചരണം നടത്തിയിരുന്നത് എതിരാളികളുടെ